വെൽക്കം അഗെയിൻ. സോ നമ്മൾ കഴിഞ്ഞ ഒരു 1-2 വീഡിയോയ്ക്ക് മുന്നേ ക്രൂഡ് ഓയിൽ മിനിയുടെ റവന്യൂ കുറച്ചേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലായിട്ടുള്ള ഒരു ട്രേഡിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ആർബിട്രാജ് ട്രേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ലോജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലണ്ടർ സ്പ്രെഡ് ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചേഴ്സിൽ സ്പ്രെഡ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെ, സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വലിയ റേറ്റും ചെറിയ റേറ്റും തമ്മിലുള്ള വ്യത്യാസത്തെയാണ്. രണ്ട് സ്ട്രൈക്കുകൾ, അത് സ്ട്രൈക്ക് ഇൻ ദ സെൻസ് ഫ്യൂച്ചേഴ്സ്, രണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെയും പ്രൈസ് തമ്മിലുള്ള വേരിയേഷൻസ്, അത് ഓരോ മന്ത് എൻഡ് ആകുമ്പോഴേക്കും ഫ്യൂച്ചർ പ്രൈസുകളുടെ ഹയർ പ്രൈസ്ഡ് ആയിരിക്കുന്നത് ലോവറിലേക്ക് വരാനും ലോവർ പ്രൈസ് വീണ്ടും കുറച്ചും കൂടെ ലോവറിലോ കുറച്ചും കൂടെ ഹയറിലോ പോകാനും സാധ്യതയുണ്ടാകും. പക്ഷേ രണ്ടും തമ്മിലുള്ള വേരിയേഷൻസ് മാസത്തിൻ്റെ തുടക്കത്തിന് അപേക്ഷിച്ചിട്ട് മന്ത് എൻഡ് ആകുമ്പോഴേക്കും നല്ല ഡിഫറൻസിലേക്ക് വരാൻ സാധ്യതയുണ്ടാകും. അതായത് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും. ആ ലോസിനെ നമുക്ക് എങ്ങനെ അത് നമുക്ക് നമ്മളുടെ പ്രോഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ക്രൂഡ് ഓയിലിൽ ഞാനൊരു എക്സാമ്പിൾ ഉൾപ്പെടെ ഞാനൊരു ട്രേഡ് കാണിച്ചിരുന്നു. എന്നാൽ അതേപോലെ തന്നെ നിഫ്റ്റിയിലും നമുക്കത് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയിലും ചെയ്യാം, ഫിൻ നിഫ്റ്റിയിലൊക്കെ നമുക്ക് ചെയ്യാം. സോ ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ, അതും വെരി ലെസ് ക്യാപിറ്റൽ, ലെസ് എന്ന് പറഞ്ഞാൽ തീരെ ലെസ് അല്ല, നമുക്ക് അറൗണ്ട് 35,000 to 40,000 rupees നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ റീസണബിളായിട്ട് നമുക്കൊരു 10 to 15% നമുക്ക് ആ ക്യാപിറ്റലിൻ്റെ ഡിപ്ലോയിഡ് ക്യാപിറ്റലിൻ്റെ 10 to 15% പ്രോഫിറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള ഒരു ട്രേഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, സോ സിമ്പിളാണ്. നമ്മൾക്ക് അറിയാം, ഫ്യൂച്ചേഴ്സിനെ പറ്റി അറിയുന്നവർക്ക്, നിങ്ങൾ അറിയാത്തവർക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഇൻസ്ട്രുമെൻറ്റിനും, സ്റ്റോക്ക് തന്നെ ആയിക്കോട്ടെ, ഇൻഡെക്സസ് ആയിക്കോട്ടെ, അതായത് നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻസിൽ പോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ലൈക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, പിന്നെ കമ്മോഡിറ്റീസ്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ഗോൾഡ്, സിൽവർ, കോപ്പർ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡെറിവേറ്റീവ്സിനും നമുക്ക് എന്തുണ്ട്, ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്. ഫ്യൂച്ചേഴ്സ് ഇൻ ഇക്വിറ്റി ആൻഡ് ഇൻഡെക്സസിൽ എന്താണ് ഫ്യൂച്ചേഴ്സിൻ്റെ ഗുണം എന്ന് പറയുന്നത്, നമുക്ക് അപ് ടു 3 months ഫ്യൂച്ചേഴ്സ് വരെ അവൈലബിൾ ആണ്. കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്. ഓക്കെ, എല്ലായ്പ്പോഴും കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഡിഫറൻസ് അത് എന്താ പറയുക, കുറഞ്ഞു വരാനും, സ്പോട്ട് മാർക്കറ്റും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റും തമ്മിൽ 0 ആകുന്ന ദിവസമാണ് മന്ത്ലി എക്സ്പയറി നടക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രഷ് മന്ത് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഡിഫറൻസിനെ പറ്റി ഞാൻ പറയുന്നത്. അതേമാതിരി ഇവിടുത്തെ ടാറ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ലോജിക്ക്, ഞാനത് വിത്ത് നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് എക്സാമ്പിളോടുകൂടി നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സ്ക്രീനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ബിഗിൻ. ബിഫോർ ദാറ്റ് നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഹൈപ്പൊക്കെ ഉണ്ടെങ്കിൽ തരാൻ ശ്രമിക്കുക കേട്ടോ. സോ ലെറ്റ്സ് ബിഗിൻ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഓപ്ഷൻ ട്രേഡറിൽ പോവുക. നിഫ്റ്റി നമ്മുടെ ധന്നിൻ്റെ OT പ്ലാറ്റ്ഫോം ഉണ്ട്. ഓപ്ഷൻ ട്രേഡറിൽ സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് നിഫ്റ്റി സെലക്ട് ചെയ്യുക. നിഫ്റ്റി സെലക്ട് ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ ചെയിൻ നമ്മുടെ നമുക്ക് ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്ഷനാണ്, OPT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. തൊട്ടടുത്ത് അതിനെ തന്നെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിലേക്ക് വരും. നമ്മളിവിടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു കാലണ്ടർ ഫ്യൂച്ചർ, ഐ മീൻ ഫാർ മന്ത് ഫ്യൂച്ചറിന് നമ്മൾ മൊത്തം 3 ഫ്യൂച്ചർ, കറണ്ട് മന്ത്, നിയർ മന്ത്, ഫാർ മന്ത് ഫ്യൂച്ചേഴ്സ്. ഇനി അതിൻ്റെ കമ്പാരിസൺ നടത്തി നോക്കുമ്പോൾ ആദ്യം നോക്കൂ നിയർ മന്ത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മെയ് മന്തിലാണ്. മെയ് മന്തിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 24,091 rupees അല്ലേ, അല്ലെങ്കിൽ 24,100 റേഞ്ചിൽ നിൽക്കുന്നു, 24,090. ജൂൺ മന്ത് ഫ്യൂച്ചർ നോക്കൂ, എത്രയാണ്? 24,190. ഓൾമോസ്റ്റ് 100 rupeesൻ്റെ ഡിഫറൻസ്. 100 rupeesൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 100 points എന്ന് വെച്ചോളൂ. 1 point ഈസ് ഈക്വൽ ടു ലോട്ട് സൈസ് എത്രയാണ്? നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 65 ആണ്. അപ്പോൾ 100 pointsൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 6,500. 100 into 65 ഈക്വൽ ടു 6,500 rupeesൻ്റെ ഡിഫറൻസ് ഇപ്പോൾ നിൽക്കുന്നു അല്ലേ. ഇതേ ഡിഫറൻസ് മന്ത് എൻഡ് ആകുമ്പോഴേക്കും ഈ 100 points എന്നുള്ളത് കുറഞ്ഞ് ചിലപ്പോൾ അത് 30 points ആവാം, ചിലപ്പോൾ 0 points ആവാം,
സോ വാട്ട് എവർ നമുക്ക് മാക്സിമം നമുക്ക് എന്താ പറയുക ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു 100 പോയിൻറ്റ്സ് ആണ്. ഇപ്പം കറക്റ്റായിട്ട് ഇപ്പോൾ 196 ഇപ്പോൾ 96 പോയിൻറ്റ്സ് ആയിട്ട് ചുരുങ്ങി കണ്ടോ, ശ്രദ്ധിച്ച് നോക്കൂ. ജൂൺ ഫ്യൂച്ചർ ഇപ്പോൾ 196 ആയി, പക്ഷേ മെയ് ഫ്യൂച്ചർ ഇപ്പോൾ 104 നിൽക്കുന്നു. ഡിഫറൻസ് സ്റ്റിൽ എന്താ പറയുക ആ 95 റേഞ്ചിൽ തന്നെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, നമ്മളിവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കറണ്ട് മന്ത് മെയ് മന്ത് ഫ്യൂച്ചറിന് നിങ്ങൾ അങ്ങ് ഇഗ്നോർ ചെയ്യുക. ഇതിൻ്റെ ഡിഫറൻസ് ഓൾവേസ് എത്രയാണ്, ഒരു 100 ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്തു അല്ലേ. എന്നാൽ ഇവിടെ നോക്കൂ, ഈ പറയുന്ന ജൂൺ മന്തും ഈ പറയുന്ന ജൂലൈ മന്തും തമ്മിലുള്ള വേരിയേഷൻസ് നോക്കൂ. ജൂൺ മന്തും ജൂലൈ മന്തും തമ്മിലുള്ള വേരിയേഷൻ നോക്കൂ. ജൂലൈ മന്തും ജൂൺ മന്തും തമ്മിൽ 130 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഡിഫറൻസസ് ഉണ്ട്, ശരിയല്ലേ. ജൂൺ മന്തും ജൂലൈ മന്തും കുറച്ചും കൂടി ഹയസ്റ്റ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മെയ് മന്ത് തന്നെയാണ്. മെയ് മന്തും ജൂലൈ മന്തും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. എത്രയാണ് ഡിഫറൻസ്? മെയ് മന്ത് കറണ്ട് മന്തും ഫാർ മന്തും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. 330 മൈനസ് 106 അല്ലേ. 330 മൈനസ് 106 അപ്രോക്സിമേറ്റ്ലി 224 പോയിൻറ്റ്സ്, അതായത് 225 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇത് ഏതാണ്? കറണ്ട് മന്തും നെക്സ്റ്റ് മന്ത് അല്ല ഫാർ മന്തും തമ്മിലുള്ള ഡിഫറൻസ് 225 പോയിൻറ്റ്സ് ഉണ്ട്. നോർമലി കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആണ്. അപ്രോക്സിമേറ്റ്ലി 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആണ്. അത് ഈ മന്ത് അവസാനിച്ച് ഇപ്പോൾ മെയ് മന്ത് അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ജൂൺ മന്ത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇപ്പം നെക്സ്റ്റ് മന്ത് എന്നുള്ളത് അത് എന്തായിട്ട് മാറും? അത് കറണ്ട് മന്തായിട്ട് മാറും. പകരം ജൂലൈ എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തായിട്ട് മാറും. പിന്നെ പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അതേതാണ്? ജൂലൈ ഓഗസ്റ്റ് മന്തിൻ്റെ ഒരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാവും അല്ലേ. ആ സമയത്തും അപ്പോൾ നിങ്ങൾ ഇതിനെ എന്തായിട്ട് ജൂലൈ ആയിട്ടും ഓഗസ്റ്റ് ആയിട്ടും മെയ് ഇതിനെ ജൂൺ മന്ത് കറണ്ട് മന്തായിട്ടും ജൂലൈ മന്ത് നെക്സ്റ്റ് മന്തും ഓഗസ്റ്റ് മന്ത് ഫാർ മന്തായിട്ടും നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ഇതങ്ങനെ ആയിട്ടാണ് സങ്കല്പിച്ച് നോക്കുക. ഓക്കെ, ഇതിനെ ഓഗസ്റ്റ് ആയിട്ടും ഇതിനെ ഇവിടെ ജൂണ് ജൂലൈ ഓഗസ്റ്റ് ആയിട്ട് സങ്കല്പിച്ച് നോക്കുമ്പോൾ ആ ഡിഫറൻസ് ഇത് എത്രയാണ്? അപ്പോഴും ഇത് നോക്കൂ 105-90 അറൗണ്ട് 100-നും 95 പോയിൻറ്റിൻ്റെ ഇടയിൽ ഡിഫറൻസിൽ നിൽക്കുന്നു. അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന 224 പോയിൻറ്റ് റെഡ്യൂസ് ആയിട്ട് മെയ് എൻഡോടുകൂടി ജൂണും ജൂലൈയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിട്ട് മാറും? അപ്പോൾ മെയ് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കും. അതിൽ നിന്നും പിന്നെ ഈ പറയുന്ന ജൂലൈ കോൺട്രാക്റ്റ് 330യുടെ ഡിഫറൻസ് അത് കുറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സ് എങ്കിലും നമുക്ക് കുറഞ്ഞ് ലഭിക്കാൻ സാധിക്കും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഏറ്റവും വലിയ പ്രീമിയം ഇവിടെ ഇപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത്? 24,330. അത് ഏത് മന്ത് കോൺട്രാക്റ്റാണ്? ജൂലൈ മന്ത് കോൺട്രാക്റ്റ്. അടുത്ത മാസം ആകുമ്പോഴേക്കും ഇതിവിടെ അവസാനിക്കുകയും ചെയ്യും. ഇവൻ നടുവിൽ വരും അല്ലേ. 24,330 എന്ന് പറഞ്ഞ് ഇപ്പം നിൽക്കുന്ന ജൂലൈ കോൺട്രാക്റ്റ് നടുവിൽ വരും. അതും കറണ്ട് മന്ത് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്ന ജൂണും തമ്മിലുള്ള വേരിയേഷൻസ് ഇപ്പം നിൽക്കുന്ന ഇതേ 205 ഇത് ഏതാണ് 125 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് ഏതാണ്ട് 100 പോയിൻറ്റിൻ്റെ റേഞ്ചിൽ വരികയും ചെയ്യും. പ്ലസ് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും ഈ 335 എന്നുള്ളത് വീണ്ടും കുറയാനോ അല്ലെങ്കിൽ ആ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് ഇപ്പം നിൽക്കുന്ന 224 പോയിൻറ്റ്സിൽ നിന്നും ഈ 24,100-ഉം 24,350 ഇടയിലുള്ള 235 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 240 പോയിൻറ്റ്സിൻ്റെ അത് കുറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 100 പോയിൻറ്റ്സ് റേഞ്ചിൽ വരാൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ആ ഡിഫറൻസ് ഓഫ് പോയിൻറ്റ്സിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? നമുക്ക് പ്രോഫിറ്റായിട്ട് മാറ്റാൻ പറ്റും, മൾട്ടിപ്ലൈഡ് ബൈ ലോട്ട്സ്. ഞാനിവിടെ ഒരു ട്രേഡ് എടുത്ത് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? കറണ്ട് മന്തിൻ്റെ ഫ്യൂച്ചറും ഉണ്ട്, ഫാർ മന്ത് ഫ്യൂച്ചറും ഉണ്ട്. ഞാൻ ഫാർ മന്ത് ഫ്യൂച്ചറിന് എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഹയ്യസ്റ്റ് പ്രീമിയത്തിന് എന്ത് ചെയ്യണം? മുകളിൽ നിന്നും താഴ്പോട്ടേക്ക് വരുന്ന നമ്മൾ സെല്ല് കൊടുക്കണം. അതേമാതിരി ലോവസ്റ്റ് ഫ്യൂച്ചർ നിൽക്കുന്ന കറണ്ട് മന്ത് ഫ്യൂച്ചർ നിൽക്കുന്ന എന്ത് ചെയ്യണം? നമ്മൾ ബൈയും ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നോക്കൂ 25,000 റുപ്പീസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്.
ഓൾമോസ്റ്റ് ഇതിവിടെ വൺസ് അഗെയിൻ വൺ മോർ ഇവിടെ പോയിട്ട് ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് ഫാർ മന്ത് ഫ്യൂച്ചറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. കറണ്ട് മന്ത് ഫ്യൂച്ചർ നമ്മൾ ബൈയും ചെയ്താൽ നമ്മൾക്ക് റിക്വയർഡ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എത്രയാണ്? 15,743. 15,743 എന്ന് പറഞ്ഞാൽ 743 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 65 നോക്കിയാൽ 242 പോയിൻറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ 240 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ ആ 240യും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതിൽ നിന്ന് നമുക്കൊരു 100 പോയിൻറ്റ്സ് വിട്ടിട്ട് ഒരു 140 നോക്കൂ. 140 പോട്ടെ, ഓക്കെ 125 പോയിൻറ്റ്സ് ഓൺ ആൻ ആവറേജ് ഏറ്റവും കുറഞ്ഞത് 125 പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഇൻറ്റു 65 ആണെങ്കിൽ നമുക്ക് അറൗണ്ട് 8,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റിന് സാധ്യതയുണ്ട്. ഔട്ട് ഓഫ് 15,000 നമുക്ക് അതിൻ്റെ ഏറ്റവും പകുതി എടുത്താൽ പോലും ഏതാണ്ട് 20% നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ് ഇവിടെ? ഇത് രണ്ടും, അതായത് ജൂലൈ മന്ത് ഫ്യൂച്ചറിനെ സെല്ലും ചെയ്ത് ഇപ്പോഴത്തെ കറണ്ട് മന്ത് മെയ് മന്ത് ഫ്യൂച്ചറിനെ ബൈയും ചെയ്യാൻ നമുക്ക് രണ്ടിനും കൂടി ചേർത്ത് റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്? വെറും 38,000 റുപ്പീസേ ഉള്ളൂ. അതിൻ്റെ മാർജിൻ, ആക്ച്വൽ മാർജിൻ റിക്വയർമെൻറ്റ് എത്രയാണ്? 3.5 ലക്ഷം രൂപ നമുക്ക് വേണം. പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്? ബിക്കോസ് നമുക്ക് ലിവറേജ് കിട്ടും. ലിവറേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ റിക്വയർമെൻറ്റ് 38,000 അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 50,000 ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ സേഫാണ്. കാരണം ഹയ്യറിൽ നിൽക്കുന്നത് മേൽപോട്ട് കയറുന്നു എന്ന് വെച്ചോളൂ. സപ്പോസ് നിങ്ങൾ സെല്ല് ചെയ്ത ഫ്യൂച്ചർ വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ബൈ ചെയ്ത ഫ്യൂച്ചറും തീർച്ചയായിട്ടും മുകളിലേക്ക് പോകും. സോ എന്താ പറയുക, നമ്മൾക്ക് ലോസ് പ്രോബബിലിറ്റി എന്നുള്ളത് വളരെ വളരെ വിരളമാണ്. വളരെ ലെസ്സർ ലോസിന് പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇത് മറ്റുള്ള ഇതുപോലെയല്ല. ദിസ് ഈസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ എന്താ പറയുക റീസണബിൾ ട്രേഡേഴ്സ്. എന്താ പറയുക ടെൻഷനൊന്നും ഇല്ലാതെ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഒക്കെ നമ്മളുടെ ക്യാപിറ്റലിൻ്റെ നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ച് ടോട്ടൽ റിക്വയർഡ് ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റലിൻ്റെ ഒരു 10% ഒക്കെ ഒരു റിസ്ക്കും എടുക്കാണ്ട് തന്നെ നമുക്ക് മാസം തോറും ലഭിക്കണമെന്ന് അവർക്ക് നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജോ ഒന്നും വേണ്ട. ഈ പറയുന്ന ഫ്യൂച്ചേഴ്സിൻ്റെ ഡിഫറൻസ് കമ്പയർ ചെയ്തിട്ട് ഹയ്യസ്റ്റ് ഫ്യൂച്ചറിന് എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക. ലോവസ്റ്റ് ഫ്യൂച്ചറിന് ബൈ ചെയ്യുക. അത് ഏതാണ് ഏറ്റവും കൂടുതൽ ഹയ്യസ്റ്റ് ഏതാണോ അതിന് നമ്മൾ സെല്ല് ചെയ്യുക. കുറഞ്ഞതിന് നമുക്ക് ബൈ ചെയ്യും. ഇതിനകത്ത് ഈ മൂന്നിനും മൾട്ടിപ്പിളായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് മന്ത് തന്നെ വേണമെന്നില്ല. അത് ചില സാഹചര്യങ്ങളിൽ നല്ല വൈഡസ്റ്റ് ഗ്യാപ്സ് ഒക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ടാവും. അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഇത് നമുക്ക് കൂടുതൽ മാർജിൻ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു നോർമൽ റേഞ്ചിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ നമുക്ക് 220 പോയിൻ്റ് ഒന്നും വേണ്ട, നമുക്കൊരു 100 പോയിൻ്റ് ഇതിൽ നിന്ന് മാറി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെയ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മന്ത് എൻഡോടുകൂടി ഈ പറയുന്നത് തമ്മിലുള്ള ഗ്യാപ്സ് ചുരുങ്ങി ഈ പറയുന്ന 240 പോയിൻറ്റ്സിൽ നിന്നും അതൊരു 100 പോയിൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ സെല്ല് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ഓപ്ഷൻസിന് സെല്ല് ചെയ്യുന്നില്ലേ, എന്നാൽ അതിൽ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? സെല്ലേഴ്സ് എന്ത് സംഭവിക്കുന്നു? ഹ്യൂജ് റിസ്ക് ഓഫ് എന്താ പറയുക ലോസിന് സാധ്യതയുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് സിമ്പിളായിട്ട് നമ്മൾ 2 ഫ്യൂച്ചേഴ്സിന് 2 കാലണ്ടർ സ്പ്രെഡ് ആയിരിക്കണം. ഒരേ മന്തിൻ്റെ ബൈയും സെല്ലും അല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു മന്ത് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു മന്തിന് നമ്മൾ സെല്ലും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പോസിബിളുമാണ്. നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റും കിട്ടും. ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. നമുക്ക് റിസ്ക് ഓഫ് ലോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അൺലിമിറ്റഡ് എന്നൊക്കെ കാണിക്കും, പക്ഷെ വളരെ റിസ്ക് കുറവായിട്ടേ നമുക്ക് ഇതിനകത്ത് വരത്തുള്ളൂ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആയി. പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നും ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് കാണുക എന്ന് പറയുന്നത് പോസിബിളേ അല്ല. അതാണ് ഇതിൻ്റെ അടുത്തൊരു കറക്റ്റായിട്ട് ഓരോ മന്തിലും നിങ്ങൾക്ക് ഒരു മന്ത് എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് വേരിയേഷൻസ് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റിഫ്ലക്റ്റ് ആകും, പൊസിഷനിലുണ്ടാകും. നമുക്ക് അതിനെ എക്സിറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത മാസത്തേക്ക് നിങ്ങൾക്ക് എന്താ പറയുക അതേമാതിരി വീണ്ടും നെക്സ്റ്റ് മാസത്തെ പുതിയ ഫ്യൂച്ചർ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത് തമ്മിലുള്ള വേരിയേഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ പ്രക്രിയ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക.
കറണ്ട് മന്തും ഫാർ മന്തും, മിഡിൽ മന്തിനെ വിട്ടുകളയുക. അത് ഓരോ മാസവും ഈ ഒരു പ്രോസസ്സ് അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റീസണബിളി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു നേട്ടമുണ്ടാകും. അത് കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു 8 to 10%, ഇതിൽ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 40% കാണിക്കുന്നു. പക്ഷെ നമുക്ക് അതത്രയൊന്നും വേണ്ട, ഒരു 8 to 10%. നോക്കൂ, 40% നമുക്ക് പ്രോബബിലിറ്റി ഉള്ളിടത്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 8 to 10% ആണെങ്കിൽ അതിന് അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലായിരിക്കും. ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഫാർ മന്തും പ്രസൻറ്റ് മന്തും തമ്മിൽ, ഫാർ മന്തിനും പ്രസൻറ്റ് മന്തിനും തമ്മിലുള്ള ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് ഡിഫറൻസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത്രയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ മന്ത് അവസാനിക്കുമ്പോൾ ഫാർ മന്തും ഇപ്പോഴത്തെ കറണ്ട് മന്തും തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. ഓക്കെ, സോ നമുക്ക് അത് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഇതെടുത്തു, നോക്കൂ, കറണ്ട് ചേഞ്ചസ് നമ്മളിവിടെ കൊണ്ടുവന്നു. ഞാൻ നോക്കൂ, ജൂലൈ മന്തും മെയ് ഈസ് കറണ്ട് മന്ത്, ജൂലൈ ഈസ് ഫാർ മന്ത്. ഇതിനിടയിൽ ഒരു നെക്സ്റ്റ് മന്ത് ഉണ്ട്, അതായത് ജൂണിനെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസത്തേക്ക് ഞാൻ പോകുമ്പോഴേക്കും ഞാൻ ജൂൺ മന്ത് എടുക്കും കറണ്ട് മന്തായിട്ട് മാറുമ്പോൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഞാൻ ഇത് ഇപ്പോൾ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാം. വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല. എക്സിക്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് എനിക്ക് ഓർഡർ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഫ്യൂച്ചേഴ്സ് ആയതുകൊണ്ട് അത് നോക്കണം, ഓർഡേഴ്സിൽ ചിലപ്പോൾ റിജക്റ്റ് ആവാൻ സാധ്യത. നോക്കൂ, റിജക്റ്റഡ് ആയിട്ടുണ്ട്. റീസൺ എന്താ നോക്കട്ടെ. സോറി, ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ നാച്ചുറൽ ഗ്യാസിൽ ഇതേ സ്ട്രാറ്റജി എടുത്തിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാം. ജൂലൈ മന്തും മെയ് മന്തും ഫ്യൂച്ചർ, അത് അടുത്ത മാസത്തെ ഇത് ഡിഫറൻസ് നോക്കൂ. അതിൽ തന്നെ ഇപ്പോഴത്തെ നിങ്ങൾ വേറൊന്നും നോക്കണ്ട. 2000 ഇപ്പോൾ കുറച്ച് മുന്നേ എടുത്താണ് നാച്ചുറൽ ഗ്യാസിൻ്റെ ജൂലൈ ഫ്യൂച്ചേഴ്സ്. അത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഡിഫറൻസ് ഉണ്ടായത്. കറണ്ട് മന്തിലല്ലായിരുന്നു അതിൻ്റെ ഡിഫറൻസ് കൂടുതലുണ്ടായിരുന്നത്. അത് നെക്സ്റ്റ് മന്തും കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിലുള്ള ഡിഫറൻസിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഫാർ മന്ത് പോകേണ്ടി വന്നില്ല. മെയ് മന്ത് നോക്കൂ, മെയ് മന്തിന് എനിക്ക് 2125 rupees പ്രോഫിറ്റ് വന്നു. പക്ഷേ ജൂലൈ മന്ത് എന്ത് ചെയ്തു, ഞാൻ റെഡ്യൂസ് ചെയ്തത് അത് ഇൻക്രീസായി. തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. ഈ ഡിഫറൻസിൽ നിന്നും വീണ്ടും കൃത്യമായിട്ട് ഓൾമോസ്റ്റ് ഒരു 700 rupees അല്ലെങ്കിൽ കറക്റ്റ് 700 rupees എന്താണ് ഇതിൽ പ്രോഫിറ്റ് ഉണ്ട്. പ്ലസ് അഡീഷണലി ഓൾറെഡി അല്ലാതെ ഒരു ഓപ്ഷൻസ് സ്ട്രാങ്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ലെഗ് വൈസ് നോക്കുമ്പോൾ അങ്ങനെ കാണിക്കത്തുള്ളൂ. ഇത് ഓർഡർ വൈസ് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ബൈ ഓർഡേഴ്സ് ഇല്ല, ഇങ്ങനെ കാണുന്നുള്ളൂ. സോ ബൈ അണ്ടർലൈങ് സെഗ്മെൻറ്റ്. സോ ഇപ്പം തന്നെ ഇത് നിഫ്റ്റിയിൽ എനിക്കത് ഇത് കാണിക്കുന്നില്ല, അത് എന്താണെന്നറിയില്ല, റിജക്റ്റായി. ബട്ട് ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി എടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫ്യൂച്ചേഴ്സ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഏത് ഇൻസ്ട്രുമെൻറ്റിലും വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നാച്ചുറൽ ഗ്യാസിലും ചെയ്യാം, ക്രൂഡ് ഓയിലിൽ ചെയ്യാം, ഗോൾഡിൽ ചെയ്യാം. ഇനി സ്റ്റോക്ക് ഓപ്ഷൻസിൽ വരെ നമുക്കിത് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഈസി ആയിട്ട് തുടരാം. ഇതിൻ്റെ മാർജിൻ റിക്വയർമെൻറ്റ് നോക്കൂ, 38,000 ഉള്ളൂ. ഓക്കെ, ഞാൻ ഓൾറെഡി ഇന്ന് 2 ട്രേഡ് എടുത്തു. എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഉണ്ട് 140 ഉണ്ടെങ്കിൽ പോലും അത് ട്രേഡ് ഇനിഷ്യേറ്റ് ആയിട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട്സ് ദ റീസൺ. അത് ഇൻസഫിഷ്യൻറ്റ്, ചിലപ്പോൾ എൻ്റെ ലിമിറ്റ് മാറിയിട്ടുണ്ടാകും. നാളത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് വൈസ് എല്ലാവർക്കും ഈ പറയുന്ന ഫിഗർ എന്താ പറയുക, ഈ ഒരു 50,000 താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് സേഫസ്റ്റ് ട്രേഡിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്ത് നിർത്താൻ പറ്റും. സോ അതുമാത്രമല്ല, പ്രോഫിറ്റ് പ്രോബബിലിറ്റി നമുക്ക് റീസണബിളായിട്ട് നോക്കൂ. നമ്മുടെ ക്യാപിറ്റൽ 50,000 താഴെയാണ്. ഏതാണ്ട് റിക്വയർഡ് എന്ന് പറയുന്നത് 38,000. പക്ഷേ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ 38,000 റിക്വയർമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് 38,000 മാത്രം അക്കൗണ്ട് വെക്കരുത്. അതിന് വേണ്ടിയിട്ടാണ്, അഡീഷണലിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 50,000 നമ്മൾ എന്ത് ചെയ്യാൻ വേണം, നമുക്ക് ആ മാർജിൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു 50,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഇത്തരം ട്രേഡ്സ് നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ട്രേഡ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മോസ്റ്റ്ലി ഇത് പ്രോഫിറ്റ് ലെവൽ പൊസിഷനിലേക്ക് ഞാൻ ഇന്ന് സീരിയസ്ലി ഐ എം സേയിങ് ഫ്രം മൈ ഹാർട്ട്, നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാച്ചുറൽ ഗ്യാസിൽ നോക്കിയപ്പോൾ ഞാനത് കണ്ടു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനും ഒരു 5-10 മിനിറ്റ്സിന് മുന്നേ ഞാൻ അതിനെ ഫോളോ ചെയ്യുന്നു. നമ്മൾ ഏത് വീഡിയോ ചെയ്യുമ്പോഴും ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഏത് ഇൻസ്ട്രുമെൻറ്റ് സെലക്ട് ചെയ്യണം നോക്കുന്ന സമയത്ത് ഞാൻ നാച്ചുറൽ ഗ്യാസ് കണ്ടിട്ട് ഞാൻ അതിൽ ഒരു ട്രേഡ് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് പ്രോഫിറ്റ് പൊസിഷനിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് ഇപ്പോഴും വീണ്ടും ചേഞ്ച് വന്നു. പക്ഷേ എന്നാലും സ്റ്റിൽ 100 രൂപ, നേരത്തെ 700 രൂപ പ്രോഫിറ്റ് ആയിരുന്നു, ഇപ്പോൾ 125 രൂപ പ്രോഫിറ്റിലേക്ക് കുറഞ്ഞു. ബട്ട് ദിസ് ഈസ് അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഓവർ എ പീരിയഡ്, ഒരു മാസം കൊണ്ടാണ് അതിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ ദാറ്റ് ഈസ് ദ ട്രേഡ്, ബെനിഫിറ്റ് ഓഫ് ദ ട്രേഡ്. കുറയുമ്പോൾ എന്താ പറയുക, ഇതിനകത്ത് ഓപ്ഷൻ അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഗുണം എന്താണ്? ഇക്വിറ്റി പോലെ തന്നെയാണ് ഇതിൻ്റെ ഇനിയൊരു ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഡി കെ വരില്ല, തീറ്റ ഡി കെ, ടൈം ഡി കെ, അത് ഇത് ഒന്നും പ്രശ്നമല്ല. സെൽ ലെഗ് കുറയുകയാണെങ്കിൽ ബൈ ലെഗും കുറയും. അപ്പോൾ രണ്ടിൻ്റെ പക്ഷേ കുറച്ചായിട്ട് സമയം ചെല്ലും തോറും ഈ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ലെവൽസ് ചെറിയ രീതിയിൽ കുറഞ്ഞ് വരും. അതാണ് അതിൻ്റെ വ്യത്യാസം. സോ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ആദ്യം ഒരു ചെറിയ, ഞാൻ പറഞ്ഞ പോലെ ഒരു ലോട്ടൊക്കെ വെച്ച് പരീക്ഷിച്ച് നോക്കുക. പിന്നെ കൂടുതൽ ക്യാപിറ്റലൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ അതിനെ കുറച്ചായിട്ട് ഓരോ മാസം ചെല്ലും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. ഇതുപോലുള്ള സേഫസ്റ്റ് എന്നാൽ ഹയ്യസ്റ്റ് പ്രോബബിൾ പ്രോഫിറ്റ് ലഭിക്കുന്ന ട്രേഡ്സ് മതി നിങ്ങൾക്ക്. കൂടുതൽ സ്ട്രാറ്റജീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം കൂട്ടുക. ഒന്നിൽ നോക്കുക, ഇനിയൊന്നിൽ നോക്കുക, വേറൊന്നിൽ നോക്കുക. ഇങ്ങനെ 1 by 1 ആയിട്ട് നിങ്ങൾ എന്താ പറയുക, ആദ്യത്തെ 1-2 മാസം ഞാൻ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 1-2 ലോട്ട് വെച്ചിട്ട് ആദ്യം ഒരു ലോട്ട് വെച്ച് തുടങ്ങുക. ഒരു സെറ്റ് ഓഫ് ഇത് വെച്ച് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് അതിനെ ഇൻക്രീസ് ചെയ്യുക, അടുത്തതിലേക്ക് പോവുക. പിന്നെ പോകുമ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുക. ഒരു കമോഡിറ്റിയിൽ കൊടുക്കുക, ഒന്ന് ഇൻഡെക്സ് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഫിൻനിഫ്റ്റിയിലോ ചെയ്ത് നോക്കുക, സെൻസെക്സിലൊക്കെ. ഇനിയൊന്ന് ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാറ്റിലും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആകും. ഓരോന്നും ഞാൻ സെലക്ട് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങളതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തി നോക്കുക. AI ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി വർക്ക് ആകുമോ, ഈ പറയുന്ന നിയർ ഫ്യൂച്ചറിലെ നിയർ മന്ത്, കറണ്ട്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത് തമ്മിലുള്ള വേരിയേഷൻസ് എത്ര വരെ ഓരോ മാസം കുറയാൻ സാധ്യതയുണ്ടെന്നൊക്കെ നിങ്ങൾ ഇനി ഈ പറയുന്ന ജെമിനിയിലോ ചാറ്റ് GPT-യിലോ ഗ്രോക്കിലോ ഒക്കെ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ നോക്കുക. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസൊക്കെ അവൈലബിൾ ആണോ നോക്കുക. NSE-യിൽ അതൊക്കെ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതൊന്നും ഇനി സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ പറ്റത്തില്ല. സോ ദാറ്റ് യു ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, thank you. Bye. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.